ഹായ് കൂട്ടുകാരെ, എന്റെ എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ. എനിക്കറിയാം എല്ലാവരും നല്ല തിരക്കിലായിരിക്കും. ഓണമൊക്കെ അടുത്തു തുടങ്ങി, എല്ലാവരും ഓണപ്പാച്ചലായിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഓണത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്കറിയാത്ത എന്ത് ഓണവിശേഷമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളതെന്ന്. വേറെ ഒന്നുമല്ല കേട്ടോ, എന്റെ ചെറുപ്പ കാലഘട്ടത്തിലുള്ള ഓണവും ഈ കാലഘട്ടത്തിലുള്ള ഓണവും എന്താണ് വ്യത്യാസം എന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 92-93 കാലഘട്ടം എന്ന് വെച്ചാൽ എനിക്കൊരു 11-12 വയസ്സുള്ള ആ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു ഓണം എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഓണം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഓണത്തിനാണ് ഒരു പുതിയ ഡ്രസ്സ് കിട്ടുന്നത്. അപ്പോ ആകെ വർഷത്തിൽ 2 ഡ്രസ്സാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്, ഓണത്തിനും വിഷുവിനും. അത് കഴിഞ്ഞ പിന്നെ അടുത്ത വർഷം നോക്കിയിരിക്കണം ഒരു ഡ്രസ്സ് കിട്ടണമെങ്കിൽ. അങ്ങനെയാ. പിന്നെ നല്ല ഭക്ഷണം, വയറ് നിറച്ച് ഭക്ഷണം, പായസമൊക്കെ കുടിച്ചിട്ട്. അപ്പൊ അത് അങ്ങനെ ഒരു സന്തോഷം. ആദ്യമൊക്കെ നമ്മുടെ അമ്പലത്തിലൊക്കെ ഉത്സവം വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമില്ലേ. ആൺകുട്ടികൾക്കും ഉണ്ടാവും. പെൺകുട്ടികൾക്ക് വള മേടിക്കണം, മാല മേടിക്കണം, റിബൺ മേടിക്കണം, സ്ലൈഡ് മേടിക്കണം, അങ്ങനെ കുറെ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ആ സന്തോഷം പോലെ തന്നെയാണ് ഓണം വിഷു ഒക്കെ വരുമ്പോ നമ്മൾക്കുള്ള സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് ഓണത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ ആ പരിസരത്ത് എന്ന് വെച്ചാൽ 2 മാസം മുമ്പേ തുടങ്ങും അതിന്റെ ആഘോഷം. എന്ന് വെച്ചാൽ ഓണക്കളി പ്രാക്ടീസ്. ഞങ്ങളുടെ വീട്ടിലാണ് ഓണക്കളി പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ അച്ചച്ചനാണ് ഓണക്കളി പഠിപ്പിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നത്. അച്ചച്ചൻ ഓണക്കളി, ചിന്ത്, ഉടുക്ക്, ചെണ്ട, അങ്ങനെ എല്ലാത്തിന്റെ ആശാനാണ്. പിന്നെ പഴയ നാടകത്തിലൊക്കെ ആൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെ ആശാനാണ് അച്ചച്ചൻ. അപ്പൊ വീട്ടിലാണ് ഓണക്കളി പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളൊരു 10-16 കുട്ടികളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അപ്പൊ ഒക്കെ ഒരേ 12, 13, 14, 15 ആ ഒരു റേഞ്ചാണ് എല്ലാവരും. അപ്പൊ ഈ 16 കുട്ടികൾക്കും ഓരോ പാട്ട്, ഓരോ ചുവട്, ഓരോ പാട്ടിനും ഓരോരോ ചുവടുകളാണ് കൊടുക്കുക. അപ്പൊ വീട്ടില് എല്ലാ മുറ്റമൊക്കെ അടിച്ച് നല്ല ചെളി, പാടത്തുനിന്ന് ചെളി കൊണ്ടുവന്ന് തേച്ച് പിടിപ്പിച്ച് ലാസ്റ്റ് ഒരു 5-6 ട്രിപ്പ് ചെളിയിട്ട് തേക്കും. എന്നിട്ട് ലാസ്റ്റ് കരിയും ചാണകവും കൂട്ടിയിട്ട് മെഴുകിയിടും. അപ്പൊ നമ്മുടെ റൂമൊക്കെ, പണ്ടത്തെ റൂമൊക്കെ സിമെന്റ് ഇട്ട്, കറുത്ത സിമെന്റ് ഇട്ട് റൂം കണ്ടിട്ടില്ലേ, അതുപോലെ കിടക്കും മുറ്റം, നല്ല കളം മെഴുകിയ പോലെ. എന്നിട്ട് ഒരു നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഓണക്കളി തുടങ്ങും. 2 മാസം മുമ്പ് തുടങ്ങി പ്രാക്ടീസ് തുടങ്ങുകയാണ്. അപ്പൊ അച്ചാച്ചനാണ് ആശാൻ. അച്ചാച്ചൻ ഫസ്റ്റ് തന്നെ മംഗളം പാടി ഞങ്ങൾക്ക് തരും. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് കളിച്ചു തുടങ്ങും. അപ്പൊ ഈ 16 കുട്ടികളും ഓരോ ചുവട് വെച്ച് ഓരോ പാട്ട് പാടി വരുമ്പോഴത്തേനും ഒരു കളി അവിടെ പൂർത്തിയാവുകയാണ്. അങ്ങനെയാണ് ഓണക്കളി. പിന്നെ ഞങ്ങൾക്ക് ചലഞ്ചാണ്, SNDPയിൽ ചലഞ്ച് വെച്ചേക്കാണ്. 11 ടീമുകൾ പുറത്തുനിന്ന് വേറെ ഉണ്ട്, ഞങ്ങളടക്കം 12 ടീമുകൾ. അപ്പൊ ഇവരെല്ലാവരും തോപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് അടിക്കണം. ആ ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണ് ഉള്ളില്, ഇവരെയൊക്കെ തോപ്പിക്കണ്ടേ. അപ്പോ അന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1001 രൂപയും ഒരു നിലവിളക്കുമാണ് കേട്ടോ. വേറെ വലിയ പൈസയൊന്നല്ല, പക്ഷെ അന്നത്തെ കാലത്ത് അതൊരു വലിയ പൈസയാണ്. അപ്പോ ഇവരെയൊക്കെ തോപ്പിക്കണം. അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എല്ലാവരും. അപ്പൊ അന്ന് അച്ചച്ചൻ പാട്ട് എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരാണത്തിൽ നിന്ന് ഓരോ ഏടുകൾ നോക്കിയിട്ടാ, ഭഗവത്ഗീതയിൽ നിന്ന്, രാമായണത്തിൽ നിന്ന്, ഇതിന്നൊക്കെ നോക്കി ഓരോ ഏടുകളിൽ നിന്ന് ഓരോ വരി എടുത്തിട്ടാണ് അച്ചച്ചൻ പാട്ടുകൾ ഉണ്ടാക്കുക. അപ്പോ അച്ചച്ചൻ പാടുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാണത്തിലെ പെട്ട ഒരു പാട്ട് തന്നെയാണ് അത്. അപ്പോ ആ ഒരു പാട്ട് എനിക്ക് നിങ്ങളെ പാടി കേൾപ്പിക്കണം. മുഴുവനും എനിക്കറിയില്ല, 2-3 വരി ഉള്ളിൽ എവിടെയൊക്കെ എടുക്കുന്നുണ്ട് അത്. അപ്പൊ ഇപ്പൊ ഓണൊക്കെ അടുത്ത് വന്നപ്പോ അതെനിക്കൊരു ഓർമ്മ വന്നു. അപ്പൊ നിങ്ങൾ അതൊന്ന് പാടി കേൾപ്പിക്കണം എന്ന് വെച്ചാൽ, ആ പാട്ട് എന്തെങ്കിലും കേട്ട ആൾക്കാരുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് ആ ആൾക്കാരുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. മറന്നു പോയിട്ടാണ്. എന്നാലും ആ ഒരു 2 ലൈൻ എനിക്ക് നിങ്ങളെ പാടി കേൾപ്പിക്കണം എന്നുണ്ട്. അപ്പൊ ഞാനൊന്നും പാടാം. ഓക്കെ, പാടിയിട്ട് തിരിച്ചു വരാം. ലോകേ നഗനാരായണനായ ശ്രീരാമനതെന്നും അറിവായ, നേരിൽ നേർമ കലർന്നവനായ അവതാരപ്രിയനവനതുമായ ശ്രീഹനുമാനെ ഞാൻ കൈതോഴുന്നീൻ തകതേതി, ഭക്തനാം ദാസ ഞാൻ കൈതോഴുന്നീൻ തകതേതി. പണ്ട് ബൃഹസ്പതി ചാരത്തിന്ന് കുന്തികാസനമെന്നറിയിച്ച് ദാസിയെ വിവരമറിച്ചിട്ടെന്ന് അക്കാലം ഒരു നാളിലകന്ന്. ശ്രീഹനുമാനെ ഞാൻ കൈതോഴുന്നീൻ തകതേതി, ഭക്തനാം ദാസ ഞാൻ
കൈതോഴും നീന്തകതേത് ലോകേ നഗനാരായണനായ ശ്രീരാമനതെന്നും അറിവായ നേരിൽ നേർമ കലർന്നവനായ അവതാരപ്രിയനവനതുമായ ശ്രീ ഹനുമാനെ ഞാൻ കൈതോഴും നീന്തകതേത് ഭക്തനാം ദാസ ഞാൻ കൈതോഴും നീന്തകതേത്. ഇതാണ് അച്ചച്ചൻ പാടുന്ന പാട്ട്. അപ്പൊ ഇത് പാടി അച്ചച്ചൻ ഫസ്റ്റ് മംഗളം പാടി ഫസ്റ്റ് തുടങ്ങും. പിന്നെ അച്ചച്ചൻ ഈ ഒരു പാട്ടും കൂടി പാടി നിർത്തും. പിന്നെ ബാക്കിയുള്ളത് എല്ലാം ഞങ്ങളാണ്. ഈ 16 കുട്ടികളും കൂടിയിട്ടാണ് ഇത് കളി പൂർത്തിയാക്കുന്നത്. അങ്ങനെയാണ് ഓണക്കളി. അപ്പൊ എല്ലാവർക്കും ഒരേ പാട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തന്നേക്കുന്ന പാട്ട് ഒരു കണ്ണന്റെ പാട്ടാണ് കേട്ടോ. അത് നല്ല രസമാണ്. അത് മറന്നു 2 വരി, അതും എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പൊ അതും ഞാൻ പാടാം. അതും നല്ല പാട്ടാണത്. തനതന്തിന താനതന്തിന തന്തിന്നാരോ തനതന്തിന താനതന്തിന തന്തിന്നാരോ നേരം പോയി സന്ധ്യയായി കൂരിരുളെങ്ങും പരന്നിടാറാ സന്ധ്യയ്ക്കു രാധ കുളിപ്പതിന്നായി കാനന ചോല കടവിലെത്തി അടകളോരോ നടിച്ചു വച്ചു പൂങ്കുളം ചാടി കുളിച്ചു രാധ ഓടക്കുഴലുമായി കണ്ണനുണ്ണി രാധ കുളിക്കും കടവിലെത്തി തനതന്തിന താനതന്തിന തന്തിന്നാരോ തനതന്തിന താനതന്തിന തന്തിന്നാരോ. ഇതാണ് എനിക്ക് തന്നേക്കുന്ന പാട്ട്. അപ്പൊ ഓണം അടുത്ത് വന്നപ്പോ അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഓടിക്കേറി വന്നു കേട്ടോ. പണ്ടത്തെ ഓണക്കളിയും അതിന്റെ അത്ര ഇല്ലും ഒക്കെ കൂടി. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, ഇപ്പോഴത്തെ ഓണം എങ്ങനെയാന്ന് വെച്ചാൽ പൈസ ഉള്ളവന് എന്നും ഓണവും വിഷുവാണ്. അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകതയാണ് അല്ലേ. നമ്മൾ രാവിലെ തന്നെ വെളുപ്പിന്, ഞങ്ങളൊക്കെ വെളുപ്പിന് എണിച്ചു പോയി തോട്ടിൽ പോയി മുങ്ങി കുളിച്ച് വന്ന് അമ്പലത്തിൽ പോയി വന്നിട്ട് പൂക്കളം, അച്ചച്ചൻ പൂക്കളം ഉണ്ടാക്കി തരും. ചിലപ്പോൾ റൗണ്ടിലായിരിക്കും, ചിലപ്പോൾ നക്ഷത്രം, ചിലപ്പോൾ ഗരുഡൻ, ചിലപ്പോൾ മാവേലി ഒക്കെ തറയുണ്ടാക്കി തരും. എന്നിട്ട് ഞങ്ങൾ അത് നിറച്ച് പൂവിടണം. അപ്പൊ വീട്ടിലുള്ള പൂ തികയാതെ വരുമ്പോ ഞങ്ങള് പാടത്തേക്കും പറമ്പിലേക്കൊക്കെ പോവും. അവിടെ കിട്ടും അപ്പപ്പൂവ്, തുമ്പപ്പൂവ്, കാക്കപ്പൂവ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് പാടത്തും പറമ്പിലും. അതൊക്കെ പോയി കിള്ളി വന്ന് വീട്ടിലുള്ള പൂവുകളും പറിച്ച് എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി ആ പൂവ് ഇട്ട് നല്ല രസാണ്. പിന്നെ ഓണത്തിന്റെ ഓണം അടുക്കുന്നതിന് മുമ്പ് മാവേലിയപ്പനെ ഉണ്ടാക്കുക. ചെളി പാടത്ത് പോയി ചെളി വാരി കൊണ്ടുവന്ന് മാവേലിയപ്പനെ ഉണ്ടാക്കുക, അത് ഉണക്കുക. അമ്മി, ഉരല്, കശുവണ്ടി, ഇതൊക്കെ ആ ചെളിയും കൊണ്ട് തന്നെ ഞങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് അതൊക്കെ ഉണക്കി അരിമാവ് കലക്കി അതുമ്മ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഇതൊഴിച്ച് പൂശിയൊക്കെ വെച്ച്, അങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഓണം എന്ന് പറയുന്നത്. ഉത്രാടത്തിന്റെ അന്ന് പോവും അച്ഛൻ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ. പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ചിലപ്പോൾ 150 രൂപ കയ്യിലുണ്ടാവുള്ളൂ, ചിലപ്പോൾ 100 രൂപ. ആ 100 രൂപയ്ക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് വരും. അപ്പൊ തലേ ദിവസം തന്നെ ഉള്ളിക്കറി, ഇഞ്ചിമ്പുളി, അച്ചാറ്, മറ്റേ മാമ്പഴ പുളിശ്ശേരി, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മൺകലത്തിലാക്കി ഉറിയില് കെട്ടി തൂക്കി ഇട്ടേക്കും. ഓണത്തിന്റെ അന്നാണ് അത് എടുക്കുന്നത്, മനസ്സിലായോ? അപ്പോ പിന്നെയുള്ള പച്ചടി, കിച്ചടി, ഓലൻ, അവിയല്, തോരൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും കൂടിയിരുന്ന് ഉണ്ടാക്കി പായസം. ഒന്നിങ്ങി ഒരു പരിപ്പ് പായസം, അല്ലെങ്കിൽ ഒരു ഗോതമ്പ് പായസം, ഇതാ ഉണ്ടാവുക. 2-3 പായസം ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ വലിയ വലിയ വീട്ടുകളിലായിരിക്കും. പാവപ്പെട്ടവരുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പായസം ഉണ്ടാവുള്ളൂ. പപ്പടം, കായുപ്പേരി, ശർക്കര വരട്ടി, പഴം, എല്ലാ സാധനങ്ങളും ഇലയുടെ തുമ്പത്തുണ്ടാവും. അന്ന് ആ കിട്ടുന്ന ആ ഒരു സന്തോഷം നമ്മൾ വെച്ചുണ്ടാക്കി നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ ഹസ്ബൻഡിനും നമ്മുടെ മക്കൾക്കും കൊടുക്കുന്ന ആ ഒരു സന്തോഷം ഇന്നത്തെ കാലത്ത് അത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോ എല്ലാം ഓർഡർ ചെയ്യാണ് ഹോട്ടലുകളിൽ. അതെ, ആ ഹോട്ടലിൽ കിട്ടൂട്ടാ, നല്ല ഫുഡാണ്. 4 കൂട്ടം പായസം, 10, 17 അല്ല 21 തരം കറിയുണ്ട്. ഓർഡർ ചെയ്താൽ മതി. അവര് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു കഴിയുമ്പോൾ ഇല ഇടുക, ചോറ് തിന്നുക, ഇല ചുരുട്ടി കൂട്ടി കളയുക, പണി കഴിഞ്ഞു. കഷ്ടപ്പെടുന്നില്ല. കാരണം ആർക്കും കഷ്ടപ്പെടാൻ വയ്യ, അതാണ് കാര്യം. അപ്പൊ ഞാൻ പറയണത് അതിലൊന്നും ഒരു രസമില്ല, ഒരു ത്രില്ലില്ല. ഇപ്പൊ ഓണം, വിഷു എന്നൊക്കെ പറയുന്നത് നമ്മുടെ മലയാളികളുടെ മനസ്സിൽ നിന്ന് തന്നെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ വിടാൻ സമ്മതിക്കരുത്. കാരണം അതൊക്കെ നല്ലൊരു ആചാരങ്ങളാണ്.
അത് അതേ രീതിയിൽ തന്നെ പിന്തുടർന്ന് വരണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുക. അവര് ഇനി വരുന്ന തലമുറയ്ക്ക് അവരത് പകർന്നു കൊടുക്കും. അപ്പൊ അത് അവസാനം വരെ അത് അങ്ങനെ പോകും. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് അതാണ്. ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങിച്ച് ഓണത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക. ചിലപ്പോൾ ഫുഡ് പോയിസൺ ഉണ്ടാവും, ചിലപ്പോൾ നല്ലതായിരിക്കില്ല നമ്മൾ ഓർഡർ ചെയ്യുന്ന കറികൾ. കുറച്ചേ ഉള്ളെങ്കിലും നമ്മളെല്ലാവരും കൂടി കഷ്ടപ്പെട്ട് നമ്മൾ ഇച്ചിരി കറി ഉണ്ടാക്കി, ഇത്തിരി ചോറും വെച്ച്, ഏതെങ്കിലും ഒരു തരം പായസവും വെച്ച് നമ്മുടെ മക്കൾക്കും നമ്മുടെ ഹസ്ബൻഡിനും വരുന്നവർക്കും നമ്മളത് കൊടുക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും വേറെ ഒന്നിനും ഉണ്ടാവില്ല. എല്ലാവരും കൂടി കഷ്ടപ്പെടുക, എല്ലാവരും വരുന്നവരെല്ലാവരും. പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെയാ, ഞങ്ങളുടെ മേമന്മാരൊക്കെ വരും, അവരുടെ കുട്ടികൾ വരും, ഇത് പച്ചക്കറിയൊക്കെ നന്നാക്കി കഴിയുമ്പോൾ ഞങ്ങൾ ഊഞ്ഞാലാടാൻ പോകും, പാടത്തും പറമ്പിലൊക്കെ പോകും, പൂ പറിക്കാൻ. അങ്ങനെ വല്ലാത്ത സന്തോഷമാണ് അന്ന്. ഇന്നിപ്പോ എന്താ സന്തോഷമുള്ള? ഇന്നിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് മിണ്ടാൻ പോലും പാരന്റ്സിന് സമയമില്ല. അവർ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം മൊബൈലില അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അവരോട് 2 വാക്ക് സംസാരിക്കാൻ സമയമില്ല. കുറ്റമല്ല പറയുന്നത്, പക്ഷെ ഇത് നിങ്ങളുടെ ജോലി തിരക്കാണ്. പക്ഷെ എങ്കിൽ കൂടി ഈ പോയ കാലഘട്ടത്തിലും അവര് ജോലിക്കും പോയിരുന്നു, കൂലിപ്പണിക്കും പോയിരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവര് ജോലി കഴിഞ്ഞ് വന്നിട്ടും 1/2 മണിക്കൂറാണെങ്കിലും അവരുടെ മക്കളോട് ഇരുന്ന് സംസാരിക്കുക. കുറച്ചു നേരം അവര് പാടത്ത് ജോലിക്ക് പോയോടത്തെ വിശേഷങ്ങൾ മക്കളോട് പറയുക, മക്കള് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ പാരന്റ്സിനോട് പറയുക. അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുക. പിന്നെ ചിലപ്പോൾ പാട്ടുപാടി അന്താക്ഷരി കളിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് അന്ന് പാരന്റ്സും കുട്ടികളും തമ്മിലുണ്ടായിരുന്നു. ഇന്നിപ്പോ അതില്ല, മൊത്തത്തിൽ ഇല്ലാതായി വരിക. അത് കൂടുതലും പ്രശ്നം ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെയാണ്. കാരണം ഓഫീസ് വിട്ട് വന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, ജോലി കഴിഞ്ഞ് വന്ന് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് വിചാരിച്ചാണ് വരുന്നത്. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ നമ്മുടെ മക്കളെയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ഹസ്ബൻഡിനെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നത് നല്ല കാര്യമാണെങ്കിൽ അത് അവരുടെ മക്കൾക്ക് അവരും പകർന്നു കൊടുക്കും. അപ്പൊ ഇനിയുള്ള കാലഘട്ടത്തില് നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, നല്ല രീതിയിൽ വളർത്തുക, അവരെ നല്ല സ്വഭാവത്തോടുകൂടി വളർത്താൻ നോക്കുക. എനിക്കത് പറഞ്ഞു തരാനുള്ളൂ. വേറെ ഒന്നുമല്ല. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് മക്കളെ വിടാതെ നമ്മൾ കുറച്ചെങ്കിലും നമ്മുടെ രീതികൾ അവർക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ, നമ്മളെ കണ്ടിട്ടായിരിക്കണം നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്. നമ്മളെ മാതൃകയാക്കണം. മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ആളെ കണ്ടു പഠിക്കുക എന്ന് ഒരു പാരന്റ്സും പറയരുത്. കാരണം അത് അവർക്ക് പല ഇതും അവരുടെ ഉള്ളിലുണ്ടാവും. പുറമെ അവർ മാന്യന്മാരായിരിക്കും, പക്ഷെ പല കാര്യങ്ങളും അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ നമ്മുടെ മക്കൾ അതും കൂടി ആയിരിക്കും കണ്ടുപിടിക്കുക. നമ്മുടെ മക്കൾക്ക് മാതൃകയാവേണ്ടത് നമ്മളെ തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെ എനിക്ക് അതാണ് എല്ലാവരോടും പറയാനുള്ള. എല്ലാവരും ഓണവും വിഷുവും അടിപൊളിയായിട്ട് ആഘോഷിക്കണം. അപ്പൊ നമ്മുടെ കഴിഞ്ഞു പോയ തലമുറയെ മറക്കാതിരിക്കുക, നമ്മൾ അത് തന്നെ പിന്തുടർന്ന് പോവാൻ നോക്കുക. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് അത്തപ്പൂ ഇടാന്ന് വെച്ചപ്പോ കടയിൽ പോയി വാങ്ങിക്കുകയാണ്. ഇനിയിപ്പോ കടയിൽ നിന്ന് പൂ മേടിക്കാൻ ഭയങ്കര പൈസയാണ്. അത് കിട്ടിയില്ലെങ്കിലോ കളർ പൊടി മേടിച്ച് കല്ലുപ്പ് ചേർത്ത് അത്തപ്പൂക്കളിടും. അതിലൊന്നും വലിയ രസമൊന്നും ഇല്ല കേട്ടോ. 2 പൂവുള്ളെങ്കിലും അത് പൊട്ടിച്ചു കൊണ്ടൊരു തറയമിട്ടാൽ അത് മതി. ഒരുപാടൊന്നും വേണ്ട, അത് മതി. അതൊരു രസമാണ്. അപ്പൊ നമ്മുടെ മക്കൾ അത് കാണുകയാണ്. അതൊരു മാതൃകയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, അന്നത്തെ ഓണവും ഇന്നത്തെ ഓണവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതാ. അപ്പൊ ഇത്രയും പറഞ്ഞത് കേൾക്കാനുള്ള നിങ്ങൾ ക്ഷമിച്ചതിന് ഞാൻ നിങ്ങളോട് എന്താ പറയുക, ക്ഷമ ചോദിക്കണം. ഇത്രയെങ്കിലും കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിച്ചതിന്. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ കുറ്റമല്ല പറഞ്ഞത്, ഞാൻ ഒരു നല്ലൊരു കാര്യം പറഞ്ഞതാണ്. നമ്മുടെ മനസ്സിൽ നിന്നൊന്നും ഓണവും വിഷു അന്യം നിന്ന് പോകരുത്, അതിനു വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.